വേൾഡ് വണ്ടേഴ്സ് ആയിട്ടുള്ള ഗ്രേറ്റ് പിരമിഡ്സിനെ നേരിട്ട് കണ്ടതും അതിൻ്റെ ഉള്ളിൽ കയറിയതും അതിൻ്റെ ചുറ്റും ഹോഴ്സ് റൈഡും ക്യാമൽ റൈഡൊക്കെ ചെയ്ത കഥയാണ് ഇന്ന് പറയാൻ പോണത്. ഒരു ഏർലി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഗിസ പിരമിഡ് കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി. ആദ്യം ചെന്ന് കണ്ടത് സ്പിങ്സിനെയാണ്. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ബോഡിയുള്ള ഈ രൂപം പിരമിഡ്സിനെ കാവൽ വെക്കണമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അത് കണ്ടു കഴിഞ്ഞ് നേരെ ഒരു ക്യാമൽ റൈഡ് എടുത്ത് പിരമിഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. 4500 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഈ സ്ട്രക്ചേഴ്സൊക്കെ അന്നത്തെ റോയൽ ഫാമിലിയുടെ ടൂംസ് ആയിരുന്നു. ഫറോവസിൻ്റെയും റോയൽ ഫാമിലിയുടെ ഒക്കെ മമ്മിഫൈ ചെയ്ത ബോഡിയും അവരുടെ ആഫ്റ്റർ ലൈഫിന് ആവശ്യമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ഈ ടൂംസ് പണ്ട് തന്നെ കള്ളന്മാർ കയറി കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. ചുറ്റും നടന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലത്തെ ഏറ്റവും വലിയ പിരമിഡിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിരമിഡിൻ്റെ സൈഡിലുള്ളൊരു ദ്വാരത്തിലൂടെയാണ് എല്ലാവരും ക്യൂ നിന്ന് കയറുന്നത്. നല്ല ക്രാംഡും സ്റ്റീപ്പും ആയിട്ടുള്ള ടണൽസ് കയറിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ക്ലോസ്ട്രോഫോബിക്കായ ഫിദ ഇടയിൽ വെച്ച് തിരിച്ചുപോയി. ഞാനും എമിയും മുമ്പക്ക് പോയി. എമിക്ക് ഹൈറ്റ് കുറഞ്ഞത് കാരണം ആൾക്ക് സുഖമായി നടന്നു പോകായിരുന്നു. ആദ്യത്തെ ഒരു 30 മീറ്റർ കഴിയുമ്പോൾ പിന്നെ നമുക്ക് നേരെ ഒന്ന് നടക്കാൻ പറ്റിയ ഒരു ഗാലറി എന്ന് വിളിക്കേണ്ട ഒരു ടണലാവും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി കുനിഞ്ഞു പോകുമ്പോഴാണ് ഇതിൻ്റെ നടുവിലുള്ള കിങ്സ് ചേംബർ എന്നറിയപ്പെടുന്ന ഒരു റൂം. ഇത് മോസ്റ്റ്ലി എംറ്റിയാണ്. ഇതിൻ്റെ മുമ്പിലായിട്ട് ഒരു സാക്രിഫൈസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിരുന്നു ഫറോവയുടെ മമ്മി വെച്ചിട്ടുള്ള കോഫിനൊക്കെ ഉണ്ടായിരുന്നത്. വിൻഡോസ് ഇല്ലാത്തത് കാരണം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് എയർ കൂളേഴ്സ് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്ത ഈ റൂമിൽ എന്നെ അതിശയിപ്പിച്ചത് ഇതിലത്തെ ഗ്രാനൈറ്റ് വാൾസിൻ്റെ പ്രിസിഷനും ഫിനിഷിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വന്ന വഴി തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 4500 വർഷങ്ങളായിട്ട് എത്ര ആൾക്കാർ തൊട്ട കല്ലുകളും എത്ര ആൾക്കാർ വന്ന വഴികളുമാണ് ഇതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് വന്നു തുടങ്ങും. തിരക്കും ചൂടും കാരണം വേർപ്പ് മുട്ടി പുറത്തിറങ്ങി ഇത്തിരി ശുദ്ധവായു കിട്ടിയപ്പോഴാണ് ആശ്വാസമായത്. അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ കല്ലുകളുടെയൊക്കെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുന്നത്. മിക്കതും എൻ്റെ നെഞ്ചിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിരമിഡ് കോംപ്ലക്സിലൂടെ ഇങ്ങനെ നടന്ന് ഫിദാക്ക് വേണ്ടിയുള്ള കുറച്ച് ഇൻസ്റ്റാഗ്രാം ഷോട്ട്സൊക്കെ എടുത്തു കൊടുത്ത് ഒരു ഹോഴ്സ് റൈഡ് ബുക്ക് ചെയ്തു. ഫിദയും കുട്ടിയും ഒരു കുതിരവണ്ടിയിലും ഞാൻ ഒറ്റക്ക് വേറൊരു പറഞ്ഞാൽ കേൾക്കാത്ത കുതിരയുടെ പുറത്താണ് പോയത്. എല്ലാ പിരമിഡ്സും ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പനോരമിക് വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തി കുതിരക്കാരൻ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. പിരമിഡ്സിൻ്റെ മുമ്പിൽ ചാടുന്ന കുതിരയുടെ പുറത്ത് നിൽക്കുന്ന ഫോട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് അട്രാക്ഷനാണ്. 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞ് എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ വന്ന വഴി നേരെ തിരിച്ചു വന്നു. പിരമിഡ്സിൽ വെച്ചിരുന്ന മമ്മീസിനെയും അവരുടെ വാല്യുബിൾസൊക്കെ കള്ളന്മാരും കൊണ്ടുപോയത് കാരണം പിന്നീട് വന്ന റോയൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അടക്കം ചെയ്തത് ഇവിടുന്ന് ലക്സർ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലുള്ള വാലി ഓഫ് ദ കിങ്സിലായിരുന്നു. അവിടെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോണതൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ സ്കൂളിൽ പഠിച്ചതും മമ്മി റിട്ടേൺസ് സിനിമയിൽ കണ്ടതൊക്കെ ആയിട്ടുള്ള ഈ അട്രാക്ഷൻസ് നേരിട്ട് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. അവസാനം എത്തിയപ്പോഴാണ് കുതിര ഞാനൊന്ന് സിങ്കായത്. എന്നെ ഇതുവരെ എത്തിയതിന് കുതിരക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ കൊടുത്ത് ഞങ്ങൾ നേരെ അടുത്ത പരിപാടിക്ക് പോയി അവിടുന്ന്.